കേട്ടോ ബസ് ഇറങ്ങി ഹംപിയിലെത്തി. സൂര്യോദയം ഇതാ കണ്ടോ, സൂര്യോദയം കണ്ടിട്ട് നല്ല കിഡിലൻ കോഫി. 200 രൂപയുള്ള ഒരാൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ ഒരു 100 മീറ്റർ തൊട്ടടുത്താണ്. എന്താ പറയാ, നമുക്കിനി റൂം സെറ്റാക്കണം. 2 ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും. റൂം സെറ്റാക്കണം, അതിനുശേഷം റെന്റ് ബൈക്ക് സെറ്റാക്കണം. ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ഉച്ച സമയം കിട്ടും. നമ്മൾ വന്ന സമയത്ത് ഇവിടെ തിരക്ക് തീരെ ഉണ്ടായിരുന്നില്ല. ഫുള്ള് തിരക്കായി. ഇപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. നമ്മൾ ഡോർമെറ്ററൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് മുന്നത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. 200 രൂപയുള്ള ഒരാൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ ഒരു 100 മീറ്റർ തൊട്ടടുത്താണ്. ഇപ്പോൾ ഞങ്ങൾ പിന്നെ ഈ ഒരു ഗൗഡമാനെ ബിരിയാണി ഉണ്ടോ, ആ ഷോപ്പിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയെടുക്കാം. ഈ ഇവിടുത്തെ നമ്മുടെ യശ്വന്തപുരത്തിന്റെ കുറച്ചൊരു ഫുഡ് സംഗതികൾ കാണിച്ചു തരാം. നിങ്ങൾ ഹംപിയിലേക്ക് പോകാൻ പ്ലാനാണെങ്കിൽ യശ്വന്തപുരത്തിൽ നിന്ന് കൊത്തമ്പേട്ടേക്ക് 8:30 അതുപോലെ തന്നെ 9:30, 8:25, 9:25, ശേഷം 10:25 വേറൊരു ട്രെയിൻ. പിന്നെ വിജയപുര നോർമൽ ലോക്കൽ ട്രെയിനുകളാണ്. നമ്മുടെ വേർ ഈസ് മൈ ട്രെയിൻ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ഈ വേർ ഈസ് മൈ ട്രെയിൻ ആപ്ലിക്കേഷനിൽ മിക്കവാറും കോച്ച് നോക്കുമ്പോൾ 3 ജനറൽ കോച്ച് മാത്രമേ കാണിക്കുള്ളൂ. 3 ഒരുപാട് ജനറൽ കോച്ച് അവൈലബിൾ ആണ്. സെക്കൻഡ് ക്ലാസ് ഒരുപാട് അവൈലബിൾ ആണ്. ഇത് 8:25 അതുപോലെ തന്നെ 9:30 വിജയപുര സിന്ധുൻദർഗ് ട്രെയിൻ അവൈലബിൾ ആട്ടോ. അതായത് 16:545, 16:547 അവൈലബിൾ ആണ്. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് 9:30 ട്രെയിൻ ഉണ്ട് കേട്ടോ. വിജയപുര എക്സ്പ്രസ് ആണ്. ഈ പിന്നെ ഒരുപാട് ജനറൽ കോച്ചുകളാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇതിൽ പിന്നെ ജനറൽ കോച്ചിൽ സീറ്റ് ലഭിക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്. നമ്മുടെ പൻവേലിൽ പോയ സമയത്ത് താനേന്നൊക്കെ ട്രെയിനിൽ കയറില്ല, ആ മെമു ട്രെയിനിൽ അതേപോലെ തിക്കി തിരക്കിയിട്ടൊന്ന് കയറുന്നുണ്ട്. അത് രക്ഷയില്ല. ഈ യശ്വന്തപുരത്ത് നിന്നാണ് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും സംഭവം കളറായിട്ടുണ്ട്. ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. റോഷന് അവിടെ ഇവിടെ വേറെ ഏത് സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ എനിക്ക് തോന്നുന്നു ഇവിടെ മുതൽ 2ാമത്തെ കോച്ചിലാണ് റോഷന് കിട്ടിയത്. എന്തായാലും സംഭവം അടിപൊളി. ഇയാൾ 3 മണിക്ക് DJ പാട്ട് കിട്ടും. ആളുകൾ ഇവിടെ എല്ലാവരും ഉറങ്ങണം. ഇതൊക്കെ വലിയ അവസ്ഥ. ഒരു ഇയർഫോൺ ഉപയോഗിച്ചാൽ മതി. ഓരോരാട് ഗൈസ്, അങ്ങനെ നമ്മളിപ്പോ ബസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ബസ് ഇറങ്ങി ഹംപിയിലെത്തി. സൂര്യോദയം ഇതാ കണ്ടോ, സൂര്യോദയം കണ്ടിട്ട് നല്ല കിഡിലൻ കോഫി. റോഷൻ അവിടെ ഉണ്ട്. ഗൈസ്, നമ്മള് ഹംപിയിലെത്തിയിരുന്നു കേട്ടോ. ഹംപിയിൽ ബസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടേക്ക് എങ്ങനെ വന്നു, കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ പറയാം. അതിന് മുന്നേ എന്താ പറയാ, നമുക്കിനി റൂം സെറ്റാക്കണം. 2 ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും. റൂം സെറ്റാക്കണം, അതിനുശേഷം റെന്റ് ബൈക്ക് സെറ്റാക്കണം. പിന്നെ ഒന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് സെറ്റായിട്ട് ഫ്രഷ് ആയിട്ട് വരാം. അതിനുശേഷം നമുക്ക് കാണാം. ഓക്കെ.